നല്ല പടം. മലയമ്പിള്ള രാജ്യത്തിന് പോലെ ആറാട്ടിക്ക് സൂപ്പറാണ്. കണ്ടിരിക്കുന്നതാണ് കുറേ കാര്യങ്ങൾ അറിവിലേക്ക് അനുഭവം. നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഒരുപാട് സാധ്യത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു പലരും ഇതിനകത്ത് പടം കണ്ടിരിക്കുകയാണ്. ഫുൾ റെസ്പോൺസാണ്. നാളെ പടം റിലീസാവുകയാണ്. എല്ലാം ധൈര്യമായിട്ട് കാണാം. സന്തോഷമായിട്ട് കാണാൻ നല്ല സ്ഥിതിയാണ്. ഇന്നത്തെ കഥാപാത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആവശ്യമുള്ളപ്പോഴല്ലേ സംസാരിക്കുന്നത്. പക്ഷെ വീട്ടില് അച്ഛൻ രാവിലെ ഇരിക്കുമ്പോൾ തൊട്ട് ഓണാണ്. അതങ്ങനെ ഇതിനകത്ത് എല്ലാവരും പറയുന്ന ഡയലോഗ് എനിക്ക് പറയാൻ കഴിയുമോ? അദ്ദേഹം പറയാം. എനിക്ക് പറയാൻ ഡയലോഗില്ലെന്നുണ്ടോ? അതിൽ ഞാൻ പറഞ്ഞുള്ളൂ. അതെ, അതിന് മുന്നേ നിൽക്കുന്ന ഒരു അച്ഛൻ എന്ന നിലയിൽ അപ്പൊ നോർമലി പിള്ളേരായിരിക്കും കൂടുതൽ വിഷയമായിട്ടുള്ളത്. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന പോലെ സാധിക്കണം, ഇന്ന അംബീഷൻസ് ഒക്കെ ഉള്ളത്. ഇവിടെ ഞാനൊരു വാപ്പയാണ് കണ്ടത്. അപ്പൊ എന്താണ് അങ്ങനെ ഒരു അംബീഷൻ തോന്നാൻ കാരണം? അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്തു. ഒരുപാട് ഇവരെക്കാൾ കൂടുതൽ ഇപ്പൊ മുംബൈയിലായിരുന്നു പുള്ളി. അപ്പൊ അങ്ങോട്ടുള്ള പോക്കും വരവും ഒരുപാട് ആൾക്കാരെയൊക്കെ കണ്ട് കുറച്ചുകൂടെ വിശാലമായ മനസ്സിന് ഉടമയാണ് ബഷീർ. അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്തകളൊക്കെ വളരെ വിശാലത ഉണ്ടായിരിക്കാം. ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി അങ്ങനെയുള്ള ഒന്നുമില്ല ഈ അച്ഛന്. ഒരു സപ്പോർട്ട്, അതിനായിട്ട് ഇറങ്ങണം. ഒരു എന്താ പറയാ, ഇപ്പോ നേരത്തെയൊക്കെ നമ്മൾ വിചാരിക്കും അതിനിറങ്ങിയാൽ നാട്ടുകാരെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നാട്ടുകാരെന്ന് പറയും. ഇപ്പൊ അങ്ങനെ നെഗായിട്ട് പറയുന്ന ആരും ഇല്ല. നമ്മുടെ സ്വന്തം നമ്മളൊക്കെ ആണെങ്കിലും ഒരുത്തരൊരു പരിപാടിയായിട്ട് ഇറങ്ങിയാൽ നല്ലത് തന്നെ ഇറങ്ങിക്കും, നമ്മളെല്ലാവരും കൊണ്ട് സപ്പോർട്ട് തോന്നും. നാളെ അവൻ രക്ഷപ്പെട്ട നമുക്കും കൂടെ അതിൽ ഫ്ലേവർ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ നെഗ് പറയുന്ന സമൂഹമൊന്നും ഇപ്പോൾ ഇല്ല എന്നും കൂടെ കാണിച്ചു കൊടുക്കുന്ന ഒന്നാണ്. പറയുമ്പോൾ ഞാൻ എഴുതിയപ്പോഴാണ്, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതിയപ്പോഴാണ് അത് ഇൻഡൻസ് ആയിട്ടെല്ലാം നിന്നത്. അത് 10 പേരോട് സംസാരിച്ചപ്പോൾ, ഇപ്പൊ പ്രൊഡക്ഷനിലും ഒക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് ലാൽ സാറിലേക്ക് എത്തിക്കാം ഈ കഥാപാത്രം. കാരണം ഈ പറയുന്നത് 6 അടിക്ക് മേലൊരു മനുഷ്യൻ അങ്ങനെ ഇരുന്ന ഒരു തയ്യൽക്കാരനായിട്ടൊക്കെ വരുമ്പോൾ ഇരിക്കുന്ന ഒരു കൗതുകം ഉണ്ടാവുമല്ലോ കാണാൻ തന്നെ. അപ്പൊ അതിൽ പറഞ്ഞു തുടങ്ങിയതാണ്. അങ്ങനെയാണ് അവിടേക്ക് എത്തിയത്. ആദ്യമായിട്ടാണ് രഞ്ജിനെ കുറച്ചുകൂടി ഒരു ഹ്യൂമറസ് ആയിട്ടൊക്കെ പല ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന കാണുന്നത്. തിയേറ്ററിലായി ആ ഭാഗത്തൊക്കെ വലിയ കേട്ടിട്ടുണ്ടായിരുന്നു. അതൊരു ഫുൾ ഫ്ലെഡ്ജായിട്ട് റോളിലേക്ക് നോക്കിക്കോ. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ചൂഷണം ചെയ്യാൻ എന്നുള്ള ഒരു ലൈനാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ വന്നാൽ ചെയ്യും. എനിക്കിഷ്ടമാണ് ഹ്യൂമർ. അച്ഛൻ കിട്ടി കാണാം ചെറുതായിട്ട്. അപ്പം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? പറയുന്നുണ്ട് ഉമ്മ അതിഗംഭീരമായിരിക്കും. അപ്പൊ ഉമ്മയ്ക്ക് എന്താ പറയണം നോക്കാം. സത്യം പറഞ്ഞാൽ ഒരു തിയേറ്ററിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്നെ ആരും ഐഡന്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതിൽ എനിക്ക് സന്തോഷം തോന്നുന്ന ചില സമയങ്ങളാണിത്. ആ ക്യാരക്ടർ മാത്രമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അത് വളരെ ഒരു ഭാഗ്യമാണ്. നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് പേര്. അങ്ങനെ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് തിരിച്ചു വീട്ടിൽ ചെന്നാലും കാത്തിരിക്കാൻ ഇവരൊക്കെ ഉണ്ടാവും. നമ്മുടെ വാപ്പ, നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ. നമ്മളൊന്ന് തട്ടിത്തടഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ഒന്ന് കൈ പിടിച്ച് കൂടെ നിർത്താൻ കുറച്ച് പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതൊരു സന്തോഷമാണ്. അങ്ങനെ പറയുന്ന ഒരു ചിത്രമാണ് ഇടിയെന്ന് നോക്കി അതിലൊരു ഉമ്മയായിട്ട് എത്താൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. لا